100 but you apply the high marks, it's better than someone getting 100 out of 100 and not applying anything. നിങ്ങൾക്ക് 100-ൽ 5 കിട്ടിയുള്ളൂവെങ്കിലും ആ 5 ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയാണെങ്കിൽ 100-ൽ 100 കിട്ടിയിട്ടും അത് ജീവിതത്തിൽ പ്രവൃത്തിപഥത്തിലേക്ക് കൊണ്ടുവരാതിരിക്കുന്നതിലും നല്ലതാണ്. So it should be our prayer, that we apply God's word, because sometimes when we see our day-to-day lives, we see that sometimes we take foolish decisions. നമ്മുടെ പ്രാർത്ഥന ഇതായിരിക്കണം, ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ അത് പ്രവർത്തിപ്പിക്കുവാൻ. ചില അവസരങ്ങളിൽ നമ്മൾ ഇത് കാണുമ്പോൾ പോഷത്വമായിട്ട് തോന്നുന്ന ഈ ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിപ്പിക്കാതിരിക്കുമ്പോൾ. So today I thought I'll just give an overview and just sort of summarize the first 9 chapters of Proverbs. ഇന്ന് ഞാൻ ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, സദൃശവാക്യത്തിൻ്റെ ആദ്യത്തെ 9 അധ്യായങ്ങൾ ഒന്ന് അതിൻ്റെ സംക്ഷേപമായി പറഞ്ഞ് മൊത്തത്തിൽ ഒരു കാഴ്ചപ്പാട് നൽകുവാനും. We have already done 3 chapters in detail, but I thought we'll do this 9 chapters just an overview, and so that we can go back and in our own time, our meditation, we can meditate on it deeply. ആദ്യത്തെ 3 അധ്യായങ്ങൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കുകയുണ്ടായി. എന്നാൽ ഞാൻ ഈ 9 അധ്യായങ്ങൾ മൊത്തമായിട്ട് ഒന്ന് ചിന്തിക്കുവാൻ ആഗ്രഹിക്കണം. അതുവഴി നമുക്ക് മടങ്ങിപ്പോയി ഈ കാര്യങ്ങളെ നമ്മുടെ വ്യക്തിപരമായ ധ്യാനത്തിൽ ചിന്തിക്കുവാനായിട്ട്. See, when we read Proverbs, if you read the first 9 chapters, there's some distinction in that literary style when you compare it with the Proverbs after that. ആദ്യത്തെ 9 അധ്യായങ്ങൾ നമ്മൾ വായിക്കുകയാണെങ്കിൽ പിന്നീട് വരുന്ന അധ്യായങ്ങളുമായിട്ട് നോക്കുമ്പോൾ അതിൻ്റെ ഘടനയ്ക്കും അതിൻ്റെ സാഹിത്യത്തിനും അല്പം വ്യത്യാസം കാണുവാൻ നമുക്ക് കഴിയും. Like from chapter 10 onwards, we see that it's like a collection, it's like a lot of parallelism. If you remember the first class, which I was talking about parallelism, you have 2 statements, either they are running in the same direction or they show contrasting to bring out a meaning. ഞാൻ നിങ്ങളെ ആദ്യമേ പഠിപ്പിച്ചപ്പോൾ കാണിച്ചതുപോലെ ഈ പിന്നീട് ഇതിൻ്റെ രണ്ടാം ഭാഗത്ത് നമ്മൾ അനേക സമാന്തര വാക്യങ്ങളോ അല്ലെങ്കിൽ ഒരു വാക്യം പറഞ്ഞിട്ട് അതിന് നേരെ വിപരീതമായിട്ടുള്ള എതിർ വാക്യം കാണിച്ച് പഠിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും. But the first 9 chapters, it's something like a discourse between a father and a son. എന്നാൽ ആദ്യത്തെ 9 അധ്യായങ്ങൾ ഒരു പിതാവും മകനുമായിട്ടുള്ള ഒരു സംസാരത്തിൻ്റെ ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. And it's like some scholars say it's like David is sending Solomon out into the world. Solomon is a young man, he's going out into the world, and David is like sort of advising him and giving him words of wisdom. ചില പണ്ഡിതന്മാര് ഇങ്ങനെ അഭിപ്രായപ്പെടുന്നു, ദാവീദ് തന്റെ മകനായ ശലോമോനെ ലോകത്തിലേക്ക് പറഞ്ഞു വിടുമ്പോൾ കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇതെന്ന്. And if you were to see what is the crux of that 9 chapters, what is that father trying to tell the son? It is to choose the way of wisdom over the way of folly. ഈ 9 അധ്യായങ്ങളുടെ രത്നചുരുക്കം നമ്മൾ നോക്കുകയാണെങ്കിൽ പിതാവ് മകനോട് പറയുന്നത് ലോകത്തിൻ്റെ പോഷത്വത്തെ തിരഞ്ഞെടുക്കുന്നതിന് പകരമായിട്ട് ജ്ഞാനത്തെ തിരഞ്ഞെടുക്കുക എന്നുള്ളതിനെ കുറിച്ചാണ്. Life is all about choices. ജീവിതം മുഴുവൻ നമ്മുടെ തിരഞ്ഞെടുപ്പ് ആണ് എന്ന് പറയാൻ കഴിയും. You can choose to go this way, you can choose to go that way. നമുക്ക് ഈ വഴിയെ പോകാൻ വേണ്ടി തിരഞ്ഞെടുക്കാം, അല്ലെ ഈ വഴിയെ പോകാൻ വേണ്ടി നമുക്കൊരു തീരുമാനമെടുക്കാം. You can choose to rejoice, you can choose to be sad. നിങ്ങൾക്ക് സന്തോഷിക്കുവാനുള്ള ഒരു തീരുമാനമെടുക്കാം, ഒരു തിരഞ്ഞെടുപ്പ് വേണമെങ്കിൽ നടത്താം, അല്ലെങ്കിൽ ദുഃഖിതനായിരിക്കുവാൻ അല്ലെ ജീവിതം സങ്കടമായിരിക്കുവാൻ വേണ്ടി ഒരു തീരുമാനമെടുക്കാം. You can choose to look or you can choose to turn away. ഒന്നെങ്കിൽ നമുക്ക് വീക്ഷിക്കുവാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടത്താം, അല്ലെങ്കിൽ നമുക്ക് നേരെ വിപരീത ദിശയിലേക്ക്
പോകുവാനുള്ള ഒരു തിരഞ്ഞെടുപ്പ് നടത്താം. And our choices depends on the wisdom that we use or the folly that we use to make that choice. നമുക്ക് ഇതിലെല്ലാം നമ്മുടെ തിരഞ്ഞെടുപ്പ് നമ്മുടെ ജ്ഞാനത്തെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ പോഷത്വത്തെ ആശ്രയിച്ചിരിക്കും. So when we go through first 9 chapters, first in chapter 1 we saw some of the components of wisdom. നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിലേക്ക് മടങ്ങി പോകുമ്പോൾ ജ്ഞാനത്തിൻ്റെ പല ശാഖകളെ അല്ലെങ്കിൽ അതിൻ്റെ പല കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. So we won't go in the detail again, but we saw in verse 2 and 3 for gaining wisdom and discipline, comprehending words of insight, receiving instruction in wise living. These are the different components of wisdom. നമ്മൾ ഒന്നാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങളിൽ നമ്മൾ ഈ ജ്ഞാനത്തിൻ്റെ ഉപകരണങ്ങളെ കാണുന്നു. തിരഞ്ഞെടുക്കുവാനുള്ള വചനങ്ങൾ, ശിക്ഷണത്തിനുള്ള വചനം, ഇതെല്ലാം നമ്മൾ ഇവിടെ നമുക്ക് കാണാൻ കഴിയും. നമ്മൾ ഇതിൻ്റെ വിശദമായിട്ടുള്ള ഒരു പഠനത്തിലേക്ക് പോകുന്നില്ല. The other thing when we read these 9 chapters is this father is trying to drive home the point to the son about the benefits of this wisdom. ആദ്യത്തെ 9 അധ്യായത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ പിതാവ് പുത്രനെ പഠിപ്പിക്കുവാൻ അല്ലെ പുത്രന് നൽകുവാൻ ഉദ്ദേശിക്കുന്ന ആ കാര്യം നമ്മളുടെ തീരുമാനങ്ങളിൽ, തെരഞ്ഞെടുപ്പിൽ ജ്ഞാനത്തിന് ഉണ്ടായിരിക്കുന്ന ആ സ്ഥാനത്തെ കുറിച്ചാണ്. So the first some of the benefits that are mentioned in this in these 9 chapters, the first one is that wisdom gives understanding and discernment. ഈ 9 അധ്യായങ്ങളിൽ നൽകിയിരിക്കുന്ന ചില ഗുണങ്ങൾ, ഒന്നാമത്തെ ഇതാണ് ജ്ഞാനം നൽകുന്ന ആ ഗ്രഹിക്കുവാനുള്ള കഴിവും പ്രബോധനം മനസ്സിലാക്കുവാനുള്ള ആ കഴിവുമാണ്. And it will give you the discernment between the right and wrong, truth and lies. തെറ്റും ശരിയും തിരഞ്ഞെടുക്കുവാനുള്ള ആ വിവേചനം ജ്ഞാനം നമുക്ക് തരും. Just one verse, I'll read Proverbs 2 verse 9. It says, once you get this wisdom, then you will discern righteousness and justice and equity, every good path. 2-ാം അധ്യായം 9-ാം വാക്യം ഇങ്ങനെ പറയുന്നു, അങ്ങനെ നീ നീതിയും ന്യായവും നേരും സകല സന്മാർഗവും ഗ്രഹിക്കും. As we grow in this wisdom, godly wisdom, we'll be able to discern more and more what is righteousness, justice and equity and every good path. നമ്മൾ ഈ ജ്ഞാനത്തിൽ വളരും തോറും നമ്മളുടെ പാതയിൽ ഈ ജ്ഞാനത്തിൻ്റെ ഗുണങ്ങൾ, നീതിയും ന്യായവും വിവേകവും ഇതെല്ലാം നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. As we mature in this wisdom, we will, it will become a part of us, and then we will know within us with that wisdom, this is the right thing to do. നമ്മൾ ഈ ജ്ഞാനത്തിൽ വളരുമ്പോൾ, പക്വതയിലേക്ക് വളരുമ്പോൾ, നമ്മളുടെ ഉള്ളിലുള്ള ആ ജ്ഞാനം ഇതാണ് ശരിയായിട്ടുള്ള വഴി, തിരഞ്ഞെടുക്കേണ്ട വഴി എന്ന ആ ഒരു കാര്യം നമുക്ക് ബോധ്യമാകും. You won't have to say that I don't know this is right or wrong, or in some places where it is very clearly black and white, you won't have to say let me pray about it for 1 week, because you already have that wisdom from the word that no, this is the right thing to do. ചില കാര്യങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുമ്പോൾ ഇങ്ങനെ പറയേണ്ട ആവശ്യം വരികയില്ല, ഇതിലേതാ ശരിയാണ്, ഏതാ ശരി, ഏതാ തെറ്റ് എന്നുള്ള കാര്യം. നമ്മുടെ ഉള്ളിലുള്ള ആ ജ്ഞാനം നമുക്ക് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കി തരും, ഇതാണ് ശരി, ഇതാണ് തിരഞ്ഞെടുക്കേണ്ട കാര്യമെന്ന്. Like as an exaggerated example, like you won't be saying that I'll pray for a week and ask God if I should copy for this exam. ഒരു പെരുപ്പിച്ച് കാട്ടിയ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ഒരാഴ്ച കാലം പ്രാർത്ഥിക്കട്ടെ ഈ കടന്നു വരുന്ന പരീക്ഷയ്ക്ക് കോപ്പി അടിക്കണോ വേണ്ടയോ എന്നതിനെ കുറിച്ച്. So there are so many other aspects which people might be thinking is a gray area, but when you have the wisdom of the Lord, straight away, instantly, no,
the right thing that God wants me to do. ഇങ്ങനെയുള്ള ഒരു സ്ഥലത്തേക്ക് തീരുമാനമെടുക്കേണ്ട ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ വരുമ്പോൾ ആളുകൾക്ക് അതൊരു അനിശ്ചിതത്വമായിരിക്കും അവിടെ എന്ത് തീരുമാനം. പക്ഷേ നമ്മുടെ ഉള്ളിൽ ജ്ഞാനമുള്ളത് കൊണ്ട് ഈ കാര്യം വളരെ നമുക്ക് വ്യക്തമാക്കി തരും. Then the next thing is wisdom gives long life and health. അടുത്ത കാര്യം ജ്ഞാനം നമുക്ക് ദീർഘായുസ്സും long life and health. ദീർഘായുസ്സും ആരോഗ്യവും തരും. One of those verses, Proverbs 3 verse 2, for they will add length to your days, years and peace to your life. സദൃശവാക്യം 3-ാം അധ്യായം 2-ാം വാക്യം, അവ ദീർഘായുസ്സും ജീവകാലവും സമാധാനവും നിനക്ക് വർദ്ധിപ്പിച്ചു തരും. Yes. So suddenly you might say that then what about this person, he died young, or that person died young. But we need to know that, see, this is God's sovereignty over arches all these things. ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് നിങ്ങൾ വേണേൽ ചോദിക്കുമായിരിക്കും, അങ്ങനെയാണെങ്കിൽ ഈ യൗവനക്കാരൻ മരിച്ചതെന്താണ്, അല്ലെങ്കിൽ ഈ വ്യക്തി ഇത്രയും ചെറുപ്പത്തിലെ മരിച്ചതെന്താണ്? പക്ഷെ ഇതിൽ നിന്ന് നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ദൈവത്തിന്റെ സർവാധിപത്യമാണ് ഇതിന്മേലെല്ലാം. And we know that this is saying that exceptions prove the rule. നമ്മൾ ഇങ്ങനെ പറയും, അപൂർവമായിട്ടുള്ള കാര്യങ്ങൾ നിയമത്തെ അത് നിയമവൽക്കരിക്കുന്നില്ല. For an example, you say someone who is like foolishly smoking 20 cigarettes per day, there's a high chance that he will get lung cancer. ഉദാഹരണത്തിന് ഒരു വ്യക്തി വളരെ വിഡിത്തമായിട്ട് 20 സിഗരറ്റ് വരെ ഒരു ദിവസം വലിക്കുകയും ആ വ്യക്തിയുടെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ കരളിന് ക്യാൻസർ വരാൻ സാധ്യത ഏറെയുമാണ്. On the other hand, there are people who have never smoked in their life but they get lung cancer. എന്നാൽ മറുവശത്ത് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും സിഗരറ്റ് വലിക്കാത്ത വ്യക്തികൾക്ക് അവരുടെ കരളിന് ക്യാൻസർ രോഗം വരുന്നു. But that does not prove the fact that the fact is not wrong that lung cancer is caused by smoking. ഈ സിഗരറ്റ് വലിക്കാത്ത ആൾക്കാർക്ക് ക്യാൻസർ വരുന്നു എന്നതുകൊണ്ട് സിഗരറ്റ് വലിക്കുന്നവർക്ക് ക്യാൻസർ വരാൻ ചാൻസ് കൂടുതലാണെന്നുള്ള കാര്യം ഒരിക്കലും തെറ്റായി വരുന്നില്ല. So sometimes God in His sovereignty, and you have people who even who give their life up for the sake of the gospel. That's all in God's sovereign will. But then that is like, what do you say? It does not discount this verse that we have read. That the wisdom that He gives us adds length to our days. ചില കാര്യങ്ങളിൽ ദൈവത്തിന്റെ സർവാധിപത്യമാണ്, അല്ലെ സർവാധികാരമാണ്. ഓരോരുത്തര് എത്ര നാള് ജീവിക്കണം, ഓരോ കാര്യങ്ങളും അത് ദൈവത്തിന്റെ ഇച്ഛയിൽപ്പെട്ട കാര്യമാണ്. അത് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യം ജ്ഞാനം ദീർഘായുസ് നൽകും എന്നുള്ളതിനെ ഇല്ലാതെയാക്കുന്നില്ല. Then wisdom gives us brings us favor and honor. Proverbs 3 verse 4, then you will find favor and high regard in the sight of God and man. അടുത്ത കാര്യം, ജ്ഞാനം നമുക്ക് ദൈവത്തിന്റെ ആ സ്വീകാര്യത കൊണ്ടുവരും. 4-ാം വാക്യത്തില്, അങ്ങനെ നീ ദൈവത്തിനും മനുഷ്യർക്കും ബോധ്യമായ ലാവണ്യവും സൽബുദ്ധിയും പ്രാപിക്കും. And as we read on, we know those verses. In our wisdom, when we trust in God, He will make our path straight, and you will prosper in the path that you take. നമുക്ക് ഈ ഒരു കാര്യം, നമ്മളുടെ ജ്ഞാനത്തില് ദൈവത്തിന്റെ വഴികളെ തിരഞ്ഞെടുക്കുമ്പോൾ ദൈവം ആ വഴികളിൽ നമ്മെ സമൃദ്ധിയിലേക്ക് നടത്തും, നമ്മുടെ വഴികളെ നേരെയാക്കി തരും. Then wisdom brings life and righteousness. അടുത്ത ജ്ഞാനം നമുക്ക് ജീവനും നീതിയും കൊണ്ടുവരും. Proverbs 3 verse 18 says that she is a tree of life to those who embrace her. സദൃശവാക്യം 3-ാം അധ്യായം 18-ാം വാക്യം പറയുന്നത്, അതിനെ പിടിച്ചുകൊള്ളുന്നവർക്ക് അത് ജീവവൃക്ഷം, അതിനെ കരസ്ഥമാക്കുന്നവൻ ഭാഗ്യവാന്മാർ. And then wisdom brings us closer to God. അതിനുശേഷം ജ്ഞാനം നമ്മളെ ദൈവത്തിന്റെ അടുത്തേക്ക് അടുപ്പിക്കുന്നു. Now to start off with,
At the beginning of wisdom is where the fear of the Lord is the beginning of knowledge, the fear of the Lord is the beginning of wisdom, fear of the Lord is the beginning of insight. So it starts with God. നമ്മൾ തുടങ്ങാൻ ദൈവഭയം ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. അത് നമ്മുടെ നമുക്ക് ആന്തരികമായിട്ടുള്ള ജ്ഞാനം തരുന്നു. നമുക്ക് Fear of the Lord is beginning of knowledge, അറിവ് തരുന്നു, and insight, ഉൾക്കാഴ്ച തരുന്നു. But when you read Proverbs 2 verse 6, verse 5, Proverbs 2 verse 5 says, then you will discern the fear of the Lord and discover the knowledge of God. എന്നാൽ 2-ാം അധ്യായം 5-ാം വാക്യം പറയുന്നു, നീ യഹോവഭക്തി ഗ്രഹിക്കുകയും ദൈവപരിജ്ഞാനം കണ്ടെത്തുകയും ചെയ്യും. Okay, then when is that then? If you read the previous verses, it's talking about when we are diligent to seek wisdom. When the more we go into that wisdom, the more we will grow in that knowledge of God, the more closer we get to it. ഇവിടെ എന്നിട്ട് then എന്ന പദം മലയാളത്തിലില്ല. എന്നിട്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ മുന്നമേ പറഞ്ഞിരിക്കുന്ന കാര്യം, നമ്മൾ ജ്ഞാനത്തെ അന്വേഷിക്കുമ്പോൾ അത് നമുക്ക് യഹോവഭക്തി ഗ്രഹിക്കാനും ദൈവപരിജ്ഞാനം കണ്ടെത്തുവാനും സാധിക്കും. So wisdom begins with God, the fear of God, having that reverential fear of God, and that as we get into that, as we respond, as we seek Him, we see that we grow more in that wisdom. ജ്ഞാനം യഹോവ ഭയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്, ദൈവത്തിൽ നിന്നാണ്. നമ്മൾ ഈ ജ്ഞാനത്തിൽ വളരുമ്പോൾ ദൈവഭയം നമ്മളിൽ ഉണ്ടാകുകയും ജ്ഞാനം വർദ്ധിച്ചു വരികയും ചെയ്യും. അത് കൂടുതൽ അന്വേഷിക്കുവാൻ നമുക്ക് കഴിയുകയും ചെയ്യും. And lastly, the benefits of wisdom is something that is importantly repeated again and again in Proverbs 1 to 9 is protection and deliverance. അവസാനമായിട്ട് ഈ ജ്ഞാനത്തിൻ്റെ ഒരു ഗുണം 1 മുതൽ 9 വരെയുള്ള അധ്യായത്തിൽ ജ്ഞാനം നമ്മളെ സംരക്ഷിക്കുകയും അത് നമ്മളെ protection and deliverance, നമ്മളെ വിടിവിക്കുകയും ചെയ്യും. So what is that deliverance from? എന്തിൽ നിന്നുള്ള വിടുതലാണ് അത്? So Proverbs 2 verse 12 says, to deliver you from the way of evil, from the man who speaks perversity. 2-ാം അധ്യായം 12-ാം വാക്യം പറയുന്നത്, അത് നിന്നെ ദുഷ്ടന്റെ വഴിയിൽ നിന്നും വികടം പറയുന്നവരുടെ കൂട്ടത്തിൽ നിന്നും വിടുവിക്കും. And verse 16, it will the second deliverance, it will rescue you from the forbidden woman. 16-ാം വാക്യത്തില് രണ്ടാമത്തെ വിടുതലിനെ കുറിച്ച് പറയും, അത് നിന്നെ പരസ്ത്രീയുടെ കയ്യിൽ നിന്നും വിടുവിക്കും. So two things, it's deliverance from evil people. Second one is deliverance from forbidden relationships. ഇവിടെ 2 വിടുതലുകളെ കുറിച്ച്, ഒന്ന് ദുഷ്ടന്റെ വഴിയിൽ നിന്നും, രണ്ടാമത് നിരോധിക്കപ്പെട്ട ബന്ധങ്ങളിൽ നിന്നും. And so these are important things when the father is talking to that young person who's going out into the world. He's saying you need this wisdom when you go out into the world. ഈ കാര്യങ്ങൾ ഒരു യൗവനക്കാരൻ ലോകത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ പിതാവ് നൽകുന്ന ഉപദേശമാണ്. നീ ഇതിലേക്ക് കടന്നു പോകുമ്പോൾ നിനക്ക് ആവശ്യമായിട്ടുള്ള ജ്ഞാനം. That's the same in Proverbs 1 verse 8, 9 and 10. The father is telling the son, listen my son to your father's instruction. Do not forsake the teachings of your mother, for they are a garland of grace on your head and a pendant around your neck. My son, if sinners entice you, do not yield to them. ഈ ഒരു കാര്യം നമ്മൾ 1-ാം അധ്യായം അതിൻ്റെ 8-9 വാക്യങ്ങളിൽ കാണുന്നു. മകനെ, അപ്പന്റെ പ്രബോധനം കേൾക്കുക, അമ്മയുടെ ഉപദേശം ഉപേക്ഷിക്കുകയും അരുത്. അവ നിന്റെ ശിരസിന് അലങ്കാരമാലയും നിന്റെ കഴുത്തിന് സരപ്പിളയും ആയിരിക്കും. Yeah, and so if you see a big chunk of this Proverbs chapter 1 to 9 is dedicated to beware of evil people, and the other one is beware of this forbidden woman or forbidden relationships. ഈ 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങളിൽ ഏറ്റവും കൂടുതലായിട്ട് കേന്ദ്രീകരിച്ചിരിക്കുന്ന ആ 2 കാര്യങ്ങൾ ദുഷ്ടന്റെ വഴിയിൽ നിന്നും ഉള്ള വിടുതലും, രണ്ടാമതായിട്ട് നിരോധിക്കപ്പെട്ട ആ ബന്ധങ്ങളിൽ നിന്നല്ല പരസ്ത്രീയിൽ നിന്ന് ഉള്ള വിടുതലിനെ കുറിച്ച്. So if you read Proverbs
Proverbs 1 verse 10 to 19 is one section on how you should beware these evil people. ഒന്നാമതായിട്ട് 1-ാം അധ്യായം അതിൻ്റെ 10 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ ഈ ദുഷ്ടജനത്തിൽ നിന്നുള്ള ആ ഒരു സൂക്ഷിക്കേണ്ട ആവശ്യകതയെക്കുറിച്ച് പറയുന്നു. Then Proverbs 2, if you read verses 12 to 15, again it's talking about evil people, those who leave the straight path, who walk in darkness. That is from Proverbs 2, 12 to 15. വീണ്ടും നമ്മൾ 2-ാം അധ്യായം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ദുഷ്ടന്റെ വഴിയെക്കുറിച്ച്, ജാഗ്രത പാലിക്കേണ്ടതിനെ കുറിച്ചും അത് വിട്ടൊഴിയേണ്ട ആവശ്യകതയെക്കുറിച്ചും ഇവിടെ സൂചിപ്പിക്കുന്നു. Then when you come to Proverbs 6, it talks about people who foolishly put up security for their neighbor, people who are lazy, and he tells them, look at the way of the ant. 6-ാം അധ്യായത്തിൽ വീണ്ടും പറയുന്നു, അവരുടെ വ്യക്തികള്, അവരുടെ അയൽവാസികൾ, മറ്റുള്ളവരിൽ അവരുടെ സുരക്ഷിതത്വം ഏൽപ്പിക്കുന്നവരെ കുറിച്ച് ജാഗ്രത പാലിക്കുവാന്, അലസരായിരിക്കുന്നവരെ കുറിച്ച് പറയുന്നു, അവരോട് പറയുന്നു ഉറുമ്പുകളെ നോക്കി പഠിക്കുവാനും. Then Proverbs 6 verse 16 to 19 talks about the 6 things that the Lord hates, 7 things that are detestable to him. വീണ്ടും 6-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം മുതൽ ഇവിടെ പറയുന്ന 6 കാര്യം യഹോവയ്ക്ക് വെറുപ്പാകുന്നു, 7 കാര്യം അവന് അറപ്പാകുന്നു എന്നതിനെ കുറിച്ച്. So in all this, this the writer who is saying is a father is trying to make the son understand. See, when you go out into this world, these are the things which will be the norm in the world. This will be the norm in the world, but you need to understand that these are the things that God hates. ഈ കാര്യങ്ങള് തൻ്റെ മകന് ലോകത്തിലേക്ക് ഇറങ്ങി പോകുമ്പോൾ പിതാവ് ആ മകനെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ ശ്രമിക്കുന്ന കാര്യമാണ്. ഈ കാര്യങ്ങളൊക്കെ ആയിരിക്കും ലോകത്തിൽ സാധാരണയായിട്ട് കാണുന്നത്. എന്നാൽ ഈ കാര്യങ്ങൾ യഹോവയ്ക്ക് അറപ്പും വെറുപ്പുമാകുന്ന കാര്യങ്ങളാണ് എന്ന് ആ മകനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാണ്. And then the second thing about forbidden relationships, we see that the whole chapters are dedicated. Chapter 2 verse 16 to 19 is fully dedicated to this. Chapter 2 verse 16 to 19, you can just note that verses. ഈ 2-ാം അധ്യായം അതിന്റെ 16 മുതൽ 19 വരെയുള്ള വാക്യങ്ങളിൽ ഈ നിരോധിച്ചിരിക്കുന്ന ആ ബന്ധത്തെക്കുറിച്ചാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്നത്. ആ കാര്യം നിങ്ങൾക്ക് രേഖപ്പെടുത്താം. The whole of chapter 5 is about avoiding immorality. 5-ാം അധ്യായം മുഴുവൻ അധാർമികതയെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. Chapter 6 verse 20 onwards is about avoiding immorality. 6-ാം അധ്യായം 20 മുതലുള്ള വാക്യങ്ങളിൽ അധാർമികത എങ്ങനെ ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ്. The whole of chapter 7 is about avoiding immorality. 7-ാം അധ്യായം മുഴുവൻ അധാർമികതയെ കുറിച്ചാണ്. So like in this 9 chapters, it's like almost half of that is about avoiding this forbidden relationships. ഈ 9 അധ്യായത്തിൽ അതിന്റെ നേർപകുതിയോളം ഈ അധാർമികമായിട്ടുള്ള ബന്ധം ഉപേക്ഷിക്കേണ്ടതിനെ കുറിച്ചാണ്. And if we one of the ways that the enemy attacks today is through these forbidden relationships. If you see how many preachers and men of God in ministry have fallen because of their affairs, forbidden relationships that they have had. ശത്രു ആക്രമിക്കുന്ന ഒരു പ്രധാന മാർഗമാണ് ഈ അധാർമികമായിട്ടുള്ള ബന്ധങ്ങളിലൂടെ. ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത്ര അനേക പ്രഘോഷകരും പ്രസംഗകരും ഒക്കെ വീണുപോയിരിക്കുന്നത് ഈ അധാർമികമായിട്ടുള്ള ബന്ധങ്ങളിലേക്ക് പോയതുകൊണ്ടാണ്. And so what this father is saying is, if you are holding on to the wisdom of God, then you will be protected from this. പിതാവ് മകനോടുകൂടെ പറയുവാൻ ശ്രമിക്കുന്നത്, നീ ദൈവത്തിന്റെ ഈ ജ്ഞാനത്തെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഇതിൽ നിന്നെല്ലാം സംരക്ഷിക്കപ്പെടും. And so we've been reading again and again, what is the source of this wisdom? The fear of the Lord is the source of this, the beginning of the knowledge,
and it's the beginning of the wisdom, it's the beginning of understanding. ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടം എവിടെയാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ വീണ്ടും വീണ്ടും വായിക്കുമ്പോൾ നമ്മൾ യഹോവാഭക്തി ആണ് ജ്ഞാനത്തിൻ്റെ ആരംഭം. യഹോവാഭക്തിയാണ് നമുക്ക് ഉൾക്കാഴ്ച തരുന്നത്. യഹോവാഭക്തിയാണ് അറിവ് തരുന്നത്. So in chapter 1, the beginning of this section, chapter 1 verse 7 says, the fear of the Lord is the beginning of knowledge. 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്ന യഹോവാഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം എന്ന്. Chapter 9 verse 10, that last part of the section says, the fear of the Lord is the beginning of wisdom. 9-ാം അധ്യായം അതിന്റെ അവസാന ഭാഗം പറയുന്നത് യഹോവാഭക്തിയാണ് ജ്ഞാനത്തിന്റെ ആരംഭം. And as we were hearing the last 2 sessions, that for a believer we have the wisdom of God revealed to us in Christ. കഴിഞ്ഞ 2 ഭാഗങ്ങളിൽ നമ്മൾ കേട്ടതുപോലെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഈ ജ്ഞാനം നൽകിയിരിക്കുന്നത് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് ക്രിസ്തുവിലാണ്. And when we read Proverbs, we see that Proverbs 8 verse 22 says that the Lord possessed me at the beginning of his works. സദൃശവാക്യം 8-ാം അധ്യായം 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു, യഹോവ പണ്ടേ തൻ്റെ വഴിയുടെ ആരംഭമായി തൻ്റെ പ്രവൃത്തികളുടെ ആദ്യമായി എന്നെ ഉളവാക്കി. And then we see that he made everything through wisdom. അതിനുശേഷം നമ്മൾ കാണുന്നത് അവൻ സർവ്വതും ഉണ്ടാക്കിയത് ജ്ഞാനത്തിലൂടെയാണ്. And then we know in John, when we read, in the beginning was the word was with God. There is nothing that was not created through him, through Christ. അതിനുശേഷം നാം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ വായിക്കുന്ന ആദിയിൽ വചനമുണ്ടായിരുന്നു, സർവ്വതും വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ജഡമായി നമ്മുടെ ഇടയിൽ വസിച്ചു, വചനം മുഖാന്തരമാണ് സർവ്വതും ഉളവായത്. And this wisdom is now given to us. Christ, in whom is hidden all the treasures of wisdom, is now become ours. ഈ ജ്ഞാനം നമുക്ക് തന്നിരിക്കുകയാണ്. ഈ ജ്ഞാനം എല്ലാം ക്രിസ്തുവിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. ഈ ജ്ഞാനം ക്രിസ്തുവിലൂടെ നമുക്ക് നൽകപ്പെട്ടിരിക്കുന്നു. Hebrews says in the past God spoke through the prophets, but in these last days he has spoken to us through Jesus his son. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നു, പണ്ട് ദൈവം ഭാഗമായി പ്രവാചകന്മാരിലൂടെ സംസാരിച്ചു, എന്നാൽ ഇന്ന് ദൈവം തൻ്റെ പുത്രനിലൂടെ നമ്മളോട് സംസാരിക്കുന്നു. And through what Christ has done in our lives, now we have the Holy Spirit within us. ക്രിസ്തു നമുക്ക് നമ്മളിൽ ചെയ്തതിലൂടെ നമുക്കിന്ന് പരിശുദ്ധാത്മാവ് നമ്മളിലുണ്ട്. And so all these benefits that we read about wisdom, all these benefits that we read about wisdom, all these benefits are now, what do you say, amplified, eternally amplified through Jesus. നമ്മൾ ജ്ഞാനത്തിൻ്റെതായ ഗുണങ്ങൾ അല്ലോ ഇതുവരെയും വായിച്ചത്, ഇതെല്ലാം യേശു ക്രിസ്തുവിലൂടെ നിത്യമായിട്ട് ഇതിനെ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. Discernment, eternal life, eternal prosperity, eternal joy and peace, eternal the righteousness of God, all this has been amplified through Christ. ജ്ഞാനം, നിത്യ ജീവിതം, നിത്യമായിട്ടുള്ള നിത്യത, ഇതെല്ലാം ക്രിസ്തുവിലൂടെ നമുക്ക് വിശാലമാക്കി തന്നിരിക്കുന്നു. And so compared to the writer of Proverbs, how much more blessed we are. നമ്മൾ സദൃശവാക്യത്തിന്റെ എഴുത്തുകാരനുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ എത്രയധികമായി നാം അനുഗ്രഹിക്കപ്പെട്ടവരായിരിക്കുന്നു. And then as we come to the close of this section, it's there in chapter 8 and more so in chapter 9, we see the invitation of wisdom. Wisdom is crying out and calling out. 8-ാം അധ്യായത്തിൽ പിന്നെ നമ്മൾ വന്ന് 8-ാം അധ്യായത്തിലും 9-ാം അധ്യായത്തിലും നമ്മൾ കാണുന്നത് ജ്ഞാനത്തിന്റെ വിളിയെ കുറിച്ചാണ്. Proverbs 8 verse 1 says, does not wisdom call out and understanding raise her voice? On the heights overlooking the road, at the crossroad she takes her stand.
8-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം പറയുന്നത്, ജ്ഞാനമായവൾ വിളിച്ചു പറയുന്നില്ലയോ, ബുദ്ധിയായവൾ തൻ്റെ സ്വരം കേൾപ്പിക്കുന്നില്ലയോ, അവൾ വഴിയരികെ മേടുകളുടെ മുകളിൽ പാതകൾ കൂടുന്നിടത്ത് നിൽക്കുന്നു. In one sense, we through us, the voice of wisdom has to call out to others also. നമ്മളിലൂടെ ഈ ജ്ഞാനത്തിൻ്റെ സ്വരം മറ്റുള്ളവരെയും ക്ഷണിക്കേണ്ടിയിരിക്കുന്നു. And every day of our lives, there are these two voices. When we come to chapter 9, there are these two voices that keep calling out to us: the way of wisdom and the way of folly. നമ്മുടെ അനുദിന ജീവിതത്തിൽ ഓരോ ദിവസവും ഈ രണ്ട് വിളികൾ വരുന്നു. ജ്ഞാനത്തിൻ്റെ ശബ്ദവും ജ്ഞാനത്തിൻ്റെ വിളിയും ഭോഷത്വത്തിൻ്റെ വിളിയും. So for Solomon, everything is like about women. So everything. So even wisdom is a woman, and folly is also a woman, another woman. ശലോമോന് എല്ലാം സ്ത്രീകളായിരുന്നു. അതുകൊണ്ട് ഇവിടെ ജ്ഞാനം ഒരു സ്ത്രീയായിട്ട് കൽപ്പിച്ചിരിക്കുന്നു, ഭോഷത്വവും ഒരു സ്ത്രീയായിട്ട് കൽപ്പിച്ചിരിക്കുന്നു. Maybe he had so many wives. Maybe he had some wise wives and he had some foolish wives. Foolish ones were tearing down the house. They said, the foolish one tears down this house. ശലോമോന് അനേക ഭാര്യമാരുണ്ടായിരുന്നതിൽ ചില ജ്ഞാനമുള്ളവരായിരുന്നു, ചിലർക്ക് ജ്ഞാനമില്ലാത്തവരായിരുന്നു. ജ്ഞാനമില്ലാത്തവര് വീടിന്റെ അന്തരീക്ഷത്തെ ആകെ തകിടം മറിച്ചിരുന്നിരിക്കാം. So when he's comparing wisdom and folly, he's comparing them as two women. അതിനാൽ ജ്ഞാനത്തെയും ഭോഷത്വത്തെയും താരതമ്യം ചെയ്യുമ്പോൾ രണ്ട് സ്ത്രീകൾ തമ്മിൽ താരതമ്യം ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. Wisdom has, chapter 9, wisdom has built her house, carved out her 7 pillars, she has prepared her meat, mixed her wine, she has set her table, and she has sent out her maid servants, she calls out to the heights of the city. 9-ാം അധ്യായത്തിൽ ജ്ഞാനമായവൾ അവൾക്ക് വീട് പണിതു, അതിന് 7 തൂണ് തീർത്തു. അവൾ മൃഗങ്ങളെ അറുത്ത് വീഞ്ഞ് കലക്കി തൻ്റെ മേശ ചമയിച്ചിരിക്കുന്നു. അവൾ തൻ്റെ ദാസികളെ അയച്ച് പട്ടണത്തിലെ മേടകളിൽ നിന്ന് വിളിച്ചു പറയിക്കുന്നത്. That's very similar to what the parable of the banquet that Jesus gave in Matthew chapter 22. ഇത് മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ വിവാഹസദ്യ ഒരുക്കിയ ആ രാജാവിൻ്റെ ഉമ്മയായിട്ട് വളരെ താരതമ്യമുണ്ട്. Matthew 22, it says, once again Jesus spoke to them in a parable. The kingdom of heaven is like a king who prepared a wedding banquet for his son. He sent his servants to call those he had invited to the banquet, but they refused to come. Again he sent other servants to tell those who have been invited that I have prepared my dinner, my oxen and fattened cattle have been killed, and everything is ready. Come to the wedding banquet. 22-ാം അധ്യായം മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്ന കല്യാണ വിരുന്നിൻ്റെ ഉപമ. യേശു പിന്നെയും അവരോട് ഉപമകളായി പ്രസ്താവിച്ചതെന്തെന്നാൽ, സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി കല്യാണസദ്യ കഴിച്ച ഒരു രാജാവിനോട് സദൃശം. അവൻ കല്യാണത്തിന് ക്ഷണിച്ചവരെ വിളിക്കേണ്ടതിന് തൻ്റെ ദാസന്മാരെ പറഞ്ഞയച്ചു. അവർക്കോ വരുവാൻ മനസ്സായില്ല. പിന്നെയും അവൻ മറ്റു ദാസന്മാരെ അയച്ചു. എൻ്റെ മുത്താഴം ഒരുക്കി തീർന്നു, എൻ്റെ കാളകളെയും തടിച്ച മൃഗങ്ങളെയും അറുത്തു, എല്ലാം ഒരുങ്ങിയിരിക്കുന്നു, കല്യാണത്തിന് വരുവിൻ എന്ന് ക്ഷണിച്ചവരോട് പറയിച്ചു. അവർ കൂട്ടാക്കാതെ ഇരുന്നു. But you see, after that none of them responded. They said too busy, or they were upset, they revolted. ഇതിന് അവസാനത്തിൽ നമ്മൾ കാണുന്നത് ഈ ക്ഷണിക്കപ്പെട്ട ആരും പ്രതികരിച്ചില്ല. Because the default mode of the world is the way of folly. കാരണം ലോകത്തിന്റെ സ്വയസിദ്ധമായിട്ടുള്ള ആ വഴി എന്ന് പറഞ്ഞാൽ ഭോഷത്വത്തിൻ്റെതാണ്. And if you see verse 4 is the invitation of the way of wisdom. What does verse 4 say? The invitation of wisdom. To whom is wisdom calling out to? Verse 4. 9-ാം അധ്യായം 4-ാം വാക്യത്തിൽ ജ്ഞാനം ആരെയാണ് വിളിക്കുന്നത്, ക്ഷണിക്കുന്നത്? അല്പബുദ്ധിയായ. So can you read that verse? അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ, ബുദ്ധിഹീനനോടോ അവൾ പറയിക്കുന്നത്. Okay, so that is wisdom is calling out to these people. Who is folly calling out to? Verse 16. അല്പബുദ്ധിയായവൻ ഇങ്ങോട്ട് വരട്ടെ, ബുദ്ധിഹീനനോടോ അവൾ പറയുന്നത്. Same. Both are calling out to the same group of people. The ignorant, or the what you call naive.
Yeah. ഈ രണ്ട് വാക്യങ്ങളിൽ കാണുന്നത് ജ്ഞാനം ക്ഷണിക്കുന്നു, ഭോഷത്വമായവളും ക്ഷണിക്കുന്നത് ഒരേ കൂട്ടരെ തന്നെയാണ്, അല്പബുദ്ധികളായിട്ടുള്ള ആളുകളെയാണ്. And these are the ones, that inexperienced, naive ones, where they can turn either way. They can go down this way or they can go down the other way. The choices that they make. ഈ കൂട്ടരാണ് അവർക്ക് ഏത് വഴിയെ വേണേലും അങ്ങോട്ടും ചായാം ഇങ്ങോട്ടും ചായാം. കാരണം അവർക്ക് ഒരു തീരുമാനമെടുക്കാൻ തക്കവണ്ണമുള്ള ജ്ഞാനം ഇല്ല. Verse 7 says, he who corrects a mocker brings shame on himself. That is, there's some group, they become so hardened, they become like, it's learned. They are not the naive or the inexperienced. They are like the hardened, they are like bent on evil, they rejoice in that evil, and they have that hatred. It says that there might not be much sense, wisdom in going after that, but there are those who are naive, who are looking, who are searching, who have no understanding. They are the ones who both are calling to. 7-ാം വാക്യം പറയുന്നത്, പരിഹാസിയെ ശാസിക്കുന്നവൻ ലജ്ജ സമ്പാദിക്കുന്നു. ഇവിടെ ഹൃദയം കഠിനമായതിനാൽ ഇവരെ ഉപദേശിക്കുകയോ ഇവർക്ക് ജ്ഞാനം പറഞ്ഞു കൊടുത്തിട്ടോ ഒരു കാര്യവുമില്ല. ഈ രണ്ട് കൂട്ടരും ക്ഷണിക്കുന്നത് അനുഭവജ്ഞാനം കുറവുള്ള ആളുകളെയാണ്. അവരെ ക്ഷണിച്ചിട്ടേ കാര്യമുള്ളൂ, അവരെ പഠിപ്പിക്കാനേ കഴിയത്തുള്ളൂ. ഈ കഠിന ഹൃദയമുള്ളവരെ പഠിപ്പിക്കുവാൻ സാധ്യമല്ല. Of course, when we come to the New Testament, we see that there's no heart which is too hard for Christ to break down. തീർച്ചയായിട്ടും പുതിയ നിയമത്തിലേക്ക് നമ്മൾ വരുമ്പോൾ ഒരു കഠിന ഹൃദയവുമില്ല. ക്രിസ്തുവിന് മുറിച്ച് കടക്കാൻ കഴിയാത്ത, അല്ലെങ്കിൽ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവരുവാൻ കഴിയാത്ത ഒരു കഠിന ഹൃദയവും ഇല്ല എന്നുള്ളത്. But what these verses are talking is, when we are inexperienced, when we are naive about things, there is a greater chance that we can be deceived into the way of falling. ഈ രണ്ട് വാക്യങ്ങളും സൂചിപ്പിക്കുന്നത് നമുക്ക് അനുഭവം സമ്പത്ത് കുറഞ്ഞിരിക്കുമ്പോൾ നമ്മൾ ഈ കാര്യങ്ങളോട് ശക്തമായിട്ട് നമുക്ക് പ്രതികരിക്കാൻ കഴിയാത്ത അവസരത്തിൽ നമ്മൾ വളരെ പെട്ടെന്ന് വഞ്ചിക്കപ്പെട്ട് ഓരോ ദിശയിലേക്ക് പോവാൻ കഴിയും. Verse 9 says, instruct a wise man and he will be wiser still, teach a righteous man and he will increase his learning. 9-ാം വാക്യം പറയുന്നത്, ജ്ഞാനിയെ പ്രബോധിപ്പിക്കുക, അവന്റെ ജ്ഞാനം വർദ്ധിക്കും, നീതിമാനെ ഉപദേശിക്കുക, അവൻ വിദ്യാഭിവൃദ്ധി പ്രാപിക്കും. So this is the place where we need to be, where we are not growing in that wisdom, where we are growing, we are learning and adding more and more to that learning and that wisdom and growing in righteousness. ഈ ഒരു തലത്തിൽ ആയിരിക്കണം നമ്മൾ കൂടുതൽ ജ്ഞാനത്തിൽ വളർന്നു വരുന്നവരും വർദ്ധിച്ചു വരുന്നവരും, നമ്മളുടെ നീതിയിൽ വർദ്ധിച്ചു വരുന്നവരും ആയിരിക്കണം. Because these things are always there, the voice of wisdom and the voice of folly, and so we really need to be growing more and more in this way of wisdom. കാരണം എപ്പോഴും ഈ രണ്ട് ശബ്ദങ്ങൾ ഉണ്ടാകും, ജ്ഞാനത്തിന്റെ ശബ്ദവും ഭോഷത്വത്തിന്റെ ശബ്ദവും. അതിനാൽ നാം എപ്പോഴും ജ്ഞാനത്തിൽ വർദ്ധിച്ചു വരുന്നവരായിരിക്കണം. Proverbs 4 verse 13 says, hold on to instruction, do not let go, guard it for it is your life. സദൃശവാക്യം 4-ാം അധ്യായം 13-ാം വാക്യം പറയുന്നത്, പ്രബോധനം മുറുകെ പിടിക്കുക, വിട്ടുകളയരുത്, അതിനെ കാത്തുകൊള്ളുക, അത് നിന്റെ ജീവനല്ലോ. And Proverbs 6 verse 20 to 22. സദൃശവാക്യം 6-ാം അധ്യായം 22-ാം വാക്യം പറയുന്നത്, നീ നടക്കുമ്പോൾ അത് നിനക്ക് വഴി കാണിക്കും, നീ ഉറങ്ങുമ്പോൾ അത് നിന്നെ കാക്കും, നീ ഉണരുമ്പോൾ അത് നിന്നോട് സംസാരിക്കും. So verse 21 says, bind them always upon your heart, tie them around your neck. 21-ാം വാക്യം അത് ഇങ്ങനെ പറയുന്നു, അതെല്ലാം ഇപ്പോഴും നിന്റെ ഹൃദയത്തോട് ബന്ധിച്ചു കൊള്ളുക, നിന്റെ കഴുത്തിൽ അത് കെട്ടിക്കൊള്ളുക. The wisdom of God has to descend down into the heart level. It has to be in our heart level where we are bounded, we are what do you say, defending it and protecting it
with everything that we have. അതിനാൽ ദൈവത്തിൻ്റെ ജ്ഞാനം നമ്മുടെ ഹൃദയത്തിൻ്റെ തലത്തിലേക്ക് ഇറങ്ങി വരേണ്ടിയിരിക്കുന്നു. ആ ഹൃദയത്തോട് ബന്ധിച്ച് നിർത്തിയിട്ട് അത് എപ്പോഴും നാം സംരക്ഷിച്ച് കാത്തു പരിപാലിക്കേണ്ടിയിരിക്കുന്നു. So this is where we get that wisdom, godly wisdom. We get it from God. It comes from the fear of the Lord is the beginning of wisdom, of knowledge, and then as we grow in it, we grow in that knowledge. ഈ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നത് ദൈവത്തിൽ നിന്നാണ്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണ്. ആ ജ്ഞാനത്തിൽ നാം കൂടുതൽ വളരുമ്പോൾ ജ്ഞാനത്തിൽ യഹോവ ഭക്തി നമ്മളെ അറിവിലേക്ക് നടത്തും. And that will protect us from the path of folly. അത് നമ്മൾ പോഷത്വത്തിൻ്റെ വഴിയിൽ നിന്നും നമ്മെ സംരക്ഷിക്കും. So wisdom and folly. അതിനാൽ ജ്ഞാനവും പോഷത്വവും. One is what do you say? Fear of the Lord. ഒന്ന് ദൈവഭയം. Foolishness is what the fool says, there is no God. പോഷൻ എന്ന് പറയുന്നു, ദൈവം ഇല്ല എന്ന് പറയുന്നു. And what is the result? Chapter 9 verse 11 says you will have life. ഇതിൻ്റെ ഫലം എന്താണ്? 9-ാം അധ്യായം 11-ാം വാക്യം പറയുന്നത് നിനക്ക് ജീവൻ ദീർഘായുസ് ഉണ്ടാകും. What about folly? Verse 18 says, but they do not know the dead are there and that her guests are in the depths of Sheol. ഭോഷത്വത്തോട് പറയുന്നതാണ് 18-ാം വാക്യം. എങ്കിലും മൃതന്മാർ അവിടെ ഉണ്ടെന്നും അവളുടെ വിരുന്നുകാർ പാതാളത്തിന്റെ ആഴത്തിൽ ഇരിക്കുന്നുവെന്നും അവൻ അറിയുന്നില്ല. Right? So the default way of the world is folly. You see these two women, that wisdom is running around sending maids, calling and shouting. Whereas you see folly is just sitting over there, just sitting and say, hey, come and try this. Stolen water is very sweet, bread eaten in secret is very nice. So she's just sitting and seducing and tempting. Whereas wisdom is running all out. ലോകത്തിന്റെ സ്വയസിദ്ധമായിട്ടുള്ള ആ വഴി എന്ന് പറയുന്ന പോഷത്വമായതാണ്. ഇവിടെ നമ്മൾ കാണുന്ന ജ്ഞാനം തൻ്റെ ദാസരെ അയച്ച് ഓടി നടന്ന് ആളുകളെ ക്ഷണിക്കുകയാണ്. എന്നാൽ പോഷത്വമായവൾ എന്ത് ചെയ്യുന്ന? ഒരു സ്ഥലത്തിരുന്ന് ആളുകളെ പ്രലോഭിപ്പിക്കുകയാണ്, വന്ന് ഇത് രുചിച്ച് നോക്കുവാന്. So it's very important that we protect the wisdom that we have, hold on to it, apply it, protect it, and we grow in that wisdom. The wise, you instruct him, he'll become still wiser. എന്നാൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കുള്ള ജ്ഞാനത്തെ നാം സംരക്ഷിച്ച് കാത്തു പരിപാലിക്കുകയും ആ ജ്ഞാനത്തിൽ വളരുകയും ചെയ്യുക. ജ്ഞാനികളെ പ്രബോധിപ്പിക്കുന്നത് ഗുണകരമായ കാര്യവുമാണ്. And when we do that, then we will automatically avoid the way of folly. നമ്മൾ ഇത് ചെയ്യുമ്പോൾ യാന്ത്രികമായിട്ട് തന്നെ പോഷത്വത്തിന്റെ വഴിയെ നാം ഉപേക്ഷിക്കും. Okay, may His name be praised. Next time maybe we'll do a summary of maybe we can't finish the whole of Proverbs. Maybe 10 to the next section, 10 to 25 we'll have a look. So today was just a overview. We need to go back and go in depth and meditate on the word also. അടുത്ത പ്രാവശ്യം നമ്മൾ 10 മുതൽ 25 വരെയുള്ള അധ്യായങ്ങൾ മൊത്തത്തിൽ പഠിക്കുന്നതായിരിക്കും. അതിൻ്റെ ആഴത്തിലേക്ക് കടന്നു പോകാൻ സമയമില്ല. ഇന്ന് 1 മുതൽ 9 വരെയുള്ള അധ്യായത്തിൻ്റെ ഒരു പൊതുവെ ഉള്ള മൊത്തത്തിൽ ഒന്ന് നമ്മൾ കാണുകയായിരുന്നു. നമ്മൾ മടങ്ങിപ്പോയി ഇതിൻ്റെ ആഴത്തിലേക്ക് നാം തന്നെ വിശദമായിട്ട് ഇറങ്ങിച്ചെല്ലണം. അവൻ്റെ നാമം മഹത്വപ്പെടുമാറാകട്ടെ. So there's a commentary on each book of Proverbs that is available. It's a free app on the phone, Through the Bible. It's called Through the Bible app. Same TWR. And there is also, you will get Through the Bible by Veron Magee. So the Through the Bible app, it has both an Indian, Veron Magee's is also there separate, and there is Through. So both of them are in English,
The TWR is it's in English by an Indian person. So if you like the Indian accent and you can't follow the Southern American cowboy accent, like he's got a Southern American accent, then you can use the other one. Otherwise, you can use the original. Both are similar. The content is the same. മലയാളത്തിലുമുണ്ട്, ആർക്കെങ്കിലും മലയാളം വായിക്കണമെങ്കിൽ അതും കൂടെ ഉണ്ട്. That is with Brother Monsi. You can listen to it, and I have a copy which I am listening, but Malayalam and Brother Augustine തന്നതിനകത്തും ഉണ്ട്. ആണല്ലേ മലയാളത്തിൽ? അതേത് TWRൻ്റെയും മലയാളം. ഓക്കെ. സോ നമുക്ക് ഈ ടെസ്റ്റ് എഴുതുമ്പോൾ ഇത് കേൾക്കാൻ ഇത് നമുക്ക് ഉപയോഗമായിരിക്കും. അത് നമുക്ക് നാളെ നമുക്കൊരു കൗൺസിലിംഗ് ഫോർ ലീഡേഴ്സ് എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഇവിടെ നടക്കുക, ഇവിടെ വെച്ച് നടക്കുന്നത്. അഗാപ്പയുടെ വരാൻ പറ്റുന്നവർക്ക്, ഈവൻ ഫോർ സിസ്റ്റേഴ്സ് ക്യാൻ കം, ലീഡേഴ്സിന്. അപ്പോൾ വരുന്നവർക്ക്, ഫ്രീ ആയിരിക്കുന്നവരും ഫ്രീ ആക്കി വരാൻ പറ്റുന്നവർക്കും വരണം എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. അടുത്ത Wednesday, Ben was asking for a cottage meeting. So that day please. So Ben Matthew and Prenu, our parents were requesting, so we'll think of that. And Thursday we'll still have a Bible study online. So I was just thinking that could be a beginning of our cell group also. We'll come together and think of that also. ഓക്കെ. ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. നമുക്ക് പ്രാർത്ഥിക്കാം. നാളത്തെ പ്രോഗ്രാമിന് വേണ്ടി പ്രാർത്ഥിക്കണം. Shall we pray? Father, ഞങ്ങൾക്ക് ഈ സദൃശ്യവാക്യങ്ങൾ, ഞങ്ങൾക്ക് വിവേകവും ജ്ഞാനവും എങ്ങനെ ഞങ്ങളുടെ നടപ്പിനെ ഞങ്ങൾ ഒതുക്കി ഞങ്ങൾ തന്നെ ഒരുങ്ങി നടക്കേണ്ടതെന്ന് പറഞ്ഞു കൊടുക്കുന്ന കർത്താവെ, ടു മേക്ക് വൈസ് ദ സിമ്പിൾ. കർത്താവെ, ഞങ്ങൾ അബദ്ധത്തിലും ഭോഷത്വത്തിലും പോകാതിരിക്കാൻ ഞങ്ങൾക്ക് വേണ്ടി എല്ലാ വിവേകവും ജ്ഞാനവും പറഞ്ഞു കൊടുക്കുന്ന ഒരു പുസ്തകമാണല്ലോ അത്. കർത്താവായ യേശു ക്രിസ്തുവിനെ ഞങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ ഇതൊക്കെ ഞങ്ങൾക്ക് ലഭിക്കും. കർത്താവെ, കൂടുതൽ അങ്ങനെ അറിയുമ്പോൾ കർത്താവെ, ഞങ്ങൾ ജ്ഞാനത്തിൻ്റെ വളർച്ചയിൽ കൂടുമെന്ന് ഞങ്ങൾക്കൊരു സംശയമില്ല. അങ്ങനെ കർത്താവെ, അങ്ങനെ കൂടുതൽ മനസ്സിലാക്കാനും സ്നേഹിക്കാനും അങ്ങയോട് കൂടെ ഞങ്ങൾ അതിനെ ടു സീക്ക് ഇറ്റ് ആസ് സിൽവർ ആൻഡ് സെർച്ച് ഇറ്റ് ആസ് ഹിഡൻ ട്രഷേഴ്സ്. കർത്താവ്, നിക്ഷേപങ്ങളെ പോലെ അന്വേഷിക്കാൻ ഞങ്ങൾ ചുമ്മാതിരുന്നാൽ ഞങ്ങൾക്ക് പറ്റത്തില്ല. ഞങ്ങൾ എങ്ങനെ നിക്ഷേപങ്ങളെ ഞങ്ങൾ അന്വേഷിക്കും, അതുപോലെ ഞങ്ങൾ ആഗ്രഹിച്ച കർത്താവെ അങ്ങേ കൂടുതൽ മനസ്സിലാക്കാനും ഞങ്ങൾക്ക് അങ്ങ് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുമല്ലോ. ആ രീതിയിൽ കർത്താവെ, അങ്ങനെ വചനത്തെയും അങ്ങനോട് കൂടെ സ്പെൻഡ് ചെയ്യാൻ ഞങ്ങളെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പഠിക്കുന്ന പ്രത്യേകിച്ച് ഈ ടെസ്റ്റ് ഞങ്ങൾ കുറച്ച് അറിവ് ഉണ്ടാക്കാനല്ല, ആ അറിവ് ദൈവിക വഴിയിൽ ഉണ്ടാക്കാനാണല്ലോ ഞങ്ങൾ ഈ ടെസ്റ്റ് കൂടെ ഞങ്ങൾ എടുക്കാൻ ആഗ്രഹിക്കുന്നു. അതും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, നാളത്തെ ഒരു പ്രോഗ്രാം കൂടെ ഇവിടെ വയ്ക്കുന്ന ആ കൗൺസിലിംഗ് പ്രോഗ്രാം ഫോർ ലീഡേഴ്സും എൽഡേഴ്സിനും വേണ്ടി അതും അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പ്രിയപ്പെട്ടവരെ കൊണ്ടുവരണമെന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ലോർഡ് ഫോർ ഹെൽപ്പിംഗ്. കർത്താവെ, ഇന്ന് ഈ പഠനം എത്രത്തോളം ഗൈഡ് ചെയ്യാൻ മകനെയും ട്രാൻസ്ലേറ്റ് ചെയ്യാൻ മകനെയും ബലപ്പെടുത്താൻ വേണ്ടി സ്തുതിക്കുന്നു. കുട്ടികളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി സ്തോത്രം. താങ്ക് യു ഫാദർ. പ്രാർത്ഥന കേട്ടതിന് വേണ്ടി സ്തോത്രം. മഹത്വം എടുക്കണമേ. യേശു കർത്താവിന്റെ നാമത്തിൽ സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.